സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ഈ കാണുന്നത് പോലുള്ള 3D ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ലെറ്റ്സ് പുഷ് അവർ ലിമിറ്റ്സ് ഗൈസ്. ഇതിനു വേണ്ടി ആദ്യം നിങ്ങളുടെ റെക്കൂൺ 4D എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. റെക്കൂൺ 4D എന്നത് ഒരു മൊബൈൽ റെൻഡറിങ് ആപ്പാണ്. 3D ആനിമേഷൻസ് എല്ലാം റെൻഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേറെ VPN കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ബാനർ അങ്ങ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ആ പോയിൻറ്റ്സ് വളരെ കുറവായിരിക്കും, സോ അതങ്ങ് കൂട്ടുക. പോയിൻറ്റ്സ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് വാച്ച് ചെയ്യുക. നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഓരോ ആഡിനും 10 പോയിൻറ്റ് വീതം കൂടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പ്രൊജക്ട്സ് സേവ് ചെയ്യാനും ഹൈ ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യാനൊക്കെ ഒരുപാട് പോയിൻറ്റ്സ് വേണ്ടി വരും. പോയിൻറ്റ്സ് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂ പ്രൊജക്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ ആദ്യം ആ കാണുന്ന സ്റ്റാർട്ടിംഗ് ബോക്സ് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലെയിൻ ഇൻസെർട്ട് ചെയ്യുക. പ്ലെയിൻ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം സ്കെയിൽ ഓപ്ഷനിൽ തൊട്ട് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലുപ്പം കൂട്ടുക, സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. പ്ലെയിനിൻ്റെ സൈസ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനകത്തോട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബൗൺസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പിയർ ഇൻസേർട്ട് ചെയ്യണം. ഒരു സ്പിയർ ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ പൊസിഷൻ കുറച്ച് ഹൈറ്റിലോട്ട് വയ്ക്കുക, കാരണം ജമ്പ് ചെയ്യുന്ന അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്പിയർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്കൊരു ക്യൂബ് ഇൻസേർട്ട് ചെയ്യണം. അത് വേറൊന്നിനും വേണ്ടിയില്ല, ഒരു റൂമിന് വേണ്ടിയിട്ടാണ്. ഇതൊരു റൂമിനകത്ത് നടക്കുന്ന പോലെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്യൂബ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യണം. അതിനുശേഷം വളരെ പെർഫെക്റ്റായ ഒരു സ്കെയിലിൽ അത് ലാർജ് ആക്കുക. സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ക്യൂബ് വളരെ ലാർജ് ആക്കുക. അതായത് എത്രത്തോളം വേണമെന്ന് പറഞ്ഞാൽ പ്ലെയിനും ക്യൂബും അതിനകത്തോട്ട് പോകുന്നത്ര വലുപ്പത്തിൽ നിങ്ങൾ അത് സ്കെയിൽ ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഇൻവേർട്ട് സൈഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യൂബിൻ്റെ സൈഡുകളെല്ലാം തന്നെ ഇൻവേർട്ട് ആവും. അത് മാത്രമല്ല, അകത്തുള്ള സൈഡ് നമുക്ക് കാണാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ 3D മോഡൽസും ഇതിനകത്തോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മെറ്റീരിയൽസ് ആണ്. അതായത് ആ ബോൾ കാണാൻ ഏറെക്കുറെ ഗ്ലാസ് പോലെ ഉണ്ടാവണം. അത് സ്ഫിയർ കാണാൻ ഗ്ലാസ് പോലെ ഉണ്ടായിരിക്കണം. ഗ്രൗണ്ട് വന്നിട്ട് മാർബിൾ പീസ് പോലെയും അതുപോലെ തന്നെ ആ വാൾ വന്നിട്ട് മെറ്റൽ ഫ്രെയിം പോലെ ഉണ്ടായിരിക്കണം. അതിന് മെറ്റീരിയൽസ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ആ ക്യാമറ ഐക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ ക്യാമറയുടെ അകത്തോട്ട് ജമ്പ് ചെയ്യാനും അതുപോലെ തന്നെ പുറത്തോട്ട് വരാനും സാധിക്കും. ക്യാമറ ഐക്കണിൽ ജമ്പ് ചെയ്തതിന് ശേഷം, അതായത് ക്യാമറ വ്യൂവിലോട്ട് പോയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു വാള് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറയുടെ ആ ഒരു ഫ്രെയിമിന് ഈക്വലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ റെൻഡറിങ്ങിന് ഒരു നല്ല ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കഴിഞ്ഞു. ഇനി നമ്മൾ മെറ്റീരിയൽസിലോട്ടാണ് പോകുന്നത്. അതായത് മെറ്റൽ, മാർബിൾ, അതേപോലെ തന്നെ ക്രിസ്റ്റൽ പോലുള്ള മെറ്റൽസ് എങ്ങനെ ഈ മെഷ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു 3D ഒബ്ജക്റ്റിനാണ് മെഷ് എന്ന് പറയുക. അത് ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളതിന് ആദ്യം ആ പ്ലെയിനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മെറ്റീരിയൽസ് ടാബിലോട്ട് പോവുക. മെറ്റീരിയൽസ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന താഴെയുള്ള 4 ഓപ്ഷനിലെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ. നിങ്ങൾ അതിൽ റഫ്നെസ്, മെറ്റൽസ് ആൻഡ് മെറ്റാലിക്, സ്മൂത്ത്, എമിഷൻ, നോർമൽ പോലുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് കിട്ടും. ടോട്ടൽ നമുക്ക് 3 മെറ്റീരിയൽസാണ് ഉള്ളത്. ഒന്ന് പ്ലെയിന്, രണ്ടാമത്തെ സ്ഫിയർ, മൂന്നാമത്തെ വാള്. അതിന് മൂന്നിനും 3 മെറ്റീരിയൽസ് ഉണ്ടാക്കണം. നിങ്ങൾ പ്ലസ് ഐക്കണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് മൊത്തം 3 മെറ്റീരിയൽസ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ശേഷം ഞാൻ 3 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അതിനുശേഷം ഓരോരോ മെറ്റീരിയൽസും ഏതിലോട്ടാണ്, അതായത് പ്ലെയിനിൻ്റെ മെറ്റീരിയൽ പ്ലെയിനിലോട്ടും, സ്പിയറിൻ്റെ മെറ്റീരിയൽ സ്പിയറിലോട്ടും, അതേപോലെ തന്നെ വാളിൻ്റെ മെറ്റീരിയൽ വാളിലോട്ടും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതായത് സ്പിയറിൽ തൊട്ടതിന് ശേഷം നിങ്ങൾ സ്പിയറിൻ്റെ മെറ്റീരിയലിലോട്ട് സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് പ്ലെയിനും വാളും സ്പിയറും കറക്റ്റായി തന്നെ ഡിഫറൻ്റായ മെറ്റീരിയൽസ് തന്നെ സെറ്റാക്കി വെക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ മെറ്റീരിയൽസിലെ റഫ്നെസ്സും സ്മൂത്ത്നെസ്സും അതേപോലെ തന്നെ എമിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ഇത് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എങ്ങനെയാണ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ മെറ്റലിൻ്റെയും ഗ്ലോയിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെയും അതേപോലെ തന്നെ മാർബിളിൻ്റെയും റഫ്നെസ്, മെറ്റാലിക്, സ്മൂത്ത്, എമിഷൻ, നോർമൽ പോലുള്ള കാര്യങ്ങളും ഒപ്പാസിറ്റി ഇതെല്ലാം കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതായത് ലൈറ്റ് സോഴ്സ് അലൈൻ ചെയ്ത് ആ സ്ഫിയറിന് അകത്തോട്ട് തന്നെ വെക്കണം. നിങ്ങളത് 3 ഡയമെൻഷനിൽ നോക്കി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ബോളിനകത്തോട്ട് വെച്ചാൽ, അതായത് സ്ഫിയറിനകത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ ലൈറ്റിനെ പിടിച്ച് സ്ഫിയറിൻ്റെ ചൈൽഡ് ആക്കണം. അതിന് ലൈറ്റിൽ ലോങ്ങായി പ്രസ് ചെയ്തതിന് ശേഷം സ്ഫിയറിൻ്റെ മേലേക്ക് കറക്റ്റായി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താനെ ആ ലൈറ്റ് സ്ഫിയറിൻ്റെ ചൈൽഡായി മാറും. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ സ്ഫിയർ മൂവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. ബട്ട് ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ സ്ഫിയർ അതിൻ്റെ കൂടെ മൂവ് ചെയ്യത്തില്ല. അപ്പോൾ ലൈറ്റ് സ്ഫിയറിൻ്റെ ചൈൽഡ് ആയിരിക്കുകയാണ്.
സ്പിയർ പാരൻ്റാണ്. പാരൻറ്റിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ചൈൽഡിനെ തന്നെത്താനെ അഫക്റ്റ് ചെയ്യും. സോ ഇപ്പം ഞാൻ 3 മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം ഓരോന്നോരോന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്പിയറിന് വേണ്ടത്, മാർബിളിന് വേണ്ടത്, അതായത് മാർബിളായിട്ടുള്ള പ്ലെയിനിന് വേണ്ടത്, അതുപോലെ തന്നെ ആ ചുറ്റുമുള്ള വാളിന് വേണ്ടത്. സോ നിങ്ങളും ഇതെല്ലാം ജസ്റ്റ് വീഡിയോയിൽ കറക്റ്റായി നോക്കി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നിങ്ങൾക്ക് വളരെ റെൻഡറിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ബാനർ സോൾവ് ചെയ്യാൻ ഞാൻ പറയുന്ന പോലെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. നിങ്ങൾ ആദ്യം ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഫയൽ എന്നുണ്ടാവും. ആ ഫയലിൽ നെയിംസിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ക്ലോസർ 888 എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ വീഡിയോൻ്റെ നമ്പറാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ എടുത്തതിന് ശേഷം ആ സേവ് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സേവ് ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ സേവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. സോ അങ്ങനെ എൻ്റെ എല്ലാ മെറ്റീരിയൽസും കറക്റ്റായി ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അനിമേഷൻ. അനിമേഷനിലോട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫ്രെയിംസ്. ഈ കാണുന്ന ഓരോരോ ചെറിയ ചെറിയ വരകളും ഫ്രെയിംസാണ്. ഇത് ഫ്രെയിംസ് എങ്ങനെ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിംസിലും അതായത് ഒരു സെക്കൻഡിൽ നമ്മൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന പോലെ ഓരോ സെക്കൻഡിലും കുറച്ച് ഫ്രെയിംസ് ഉണ്ട്. ഇതിൽ വന്നിട്ട് ഒരു സെക്കൻഡിൽ 30 ഫ്രെയിംസ് ആണ്. ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെക്കൻഡിലും അറിയാൻ പറ്റും. അതേപോലെ തന്നെ ആ സെക്കൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്രെയിംസ് ആയിട്ടും അറിയാൻ പറ്റും. ഇവിടെ ഞാനത് കാണിച്ചു തരുന്നുണ്ട്. 36 ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ 26 ഫ്രെയിം എന്നുണ്ട്. 26 സെക്കൻഡ്സ്, അതായത് 26 സെക്കൻഡ്സ് അല്ല, 0.26 സെക്കൻഡ്സ് എന്ന് പറയുന്നത് 8ാമത്തെ ഫ്രെയിമാണ്. സോ ബേസിക്കലി അനിമേഷൻ ഇങ്ങനെയാണ് വർക്ക് ആവുക. നിങ്ങൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 3D ഒബ്ജക്റ്റിൻ്റെ അതിലുള്ള കാര്യങ്ങളുടെ ഓരോ ഫ്രെയിംസിലുള്ള പൊസിഷൻ, സ്കെയിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കീ ഫ്രെയിം ആയിട്ട് അങ്ങ് ലോക്ക് ചെയ്ത് വെക്കും. സോ അങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് സെൻസ് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ ആ ഒരു പൊസിഷൻ, ആ ഒരു റൊട്ടേഷൻ, ആ ഒരു സ്കെയിലിൽ വെക്കും. എന്നിട്ട് അത് റെൻഡർ ചെയ്യും. അങ്ങനെ ഓരോ ഫ്രെയിംസും റെൻഡർ ചെയ്ത് അത് സെക്കൻഡുകൾക്കാക്കി പിന്നെ അതിന് ശേഷം അതിനെ ഒരു വീഡിയോ ആക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. സോ അതാണ് ഈ ഒരു റെൻഡർ എഞ്ചിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയല്ല, അതായത് അതിൻ്റെ ഫങ്ഷൻ ഇതാണ്. സോ ഇതിൽ തന്നെ 2 മോഡുണ്ട്. അതായത് റെൻഡറിങ് മോഡും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ മോഡും ഉണ്ട്. നിങ്ങൾക്ക് റിയൽ ടൈം ആയിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടി ആ ഐ ബട്ടൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ആ ബോക്സ് പോലുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. അതായത് കളർ കാര്യങ്ങൾ അങ്ങനെ കാണാൻ പറ്റും. ബട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആവാൻ വേണ്ടി ബോക്സ് പോലുള്ള ഓപ്ഷൻ നമ്മൾ ടേൺ ഓഫ് ചെയ്യുക. ഈ ബോക്സ് പോലുള്ള ഓപ്ഷൻ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായി ഒരു 60 FPS അടുത്ത് കിട്ടും. അത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 FPS കുറഞ്ഞ് 50, 57, 54 ആ ഒരു റേഞ്ചിലേക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കീ ഫ്രെയിം ലോക്കിംഗ് ആണ്. കീ ഫ്രെയിം എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു ഫ്രെയിം നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള കീ ഫ്രെയിമുകളുണ്ട്. ഒരു ഒബ്ജക്റ്റിൻ്റെ കീ ഫ്രെയിം നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ റൊട്ടേഷനും സ്കെയിലും ആ സമയത്ത് കീ ഫ്രെയിമിൽ ലോക്കാവും.
ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന 0th കീ ഫ്രെയിമിൽ ആ ഒരു ഒബ്ജക്റ്റിനെ, അതായത് ആ ഒരു സ്ഫിയറിനെ ഹൈറ്റിലോട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 0.66 സെക്കൻഡ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിനെ താഴത്തേക്ക് വന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സാധനം, അതായത് ഒരു ഒബ്ജക്റ്റ് ഫോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വീണ സെക്കൻഡിനേക്കാളും കുറച്ച് ദൂരം അധികം അത് ട്രാവൽ ചെയ്യും അടുത്ത സെക്കൻഡിൽ. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളത് അതിൻ്റെ ഇടയിലുള്ള കീ ഫ്രെയിമുകൾ ലോക്ക് ചെയ്യുക. അതായത് ഈ ഒരു ബോൾ താഴെ വീഴുന്നത് പോലെ അനിമേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ അനിമേറ്റ് ചെയ്ത ഏറ്റവും ലാസ്റ്റ് കീ ഫ്രെയിം ഉണ്ടാവുമല്ലോ, അതായത് പ്ലെയിനിൽ വന്ന് തട്ടുന്ന കീ ഫ്രെയിം, ആ ഒരു കീ ഫ്രെയിമിനെ സെൻറ്റർ പോയിൻ്റായി വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കീ ഫ്രെയിമുകളും കോപ്പി ചെയ്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കീ ഫ്രെയിമിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് കീ ഫ്രെയിമിൽ നിന്ന് 5ാമത്തെ പൊസിഷനിലാണ് സെക്കൻഡ് ലാസ്റ്റ് കീ ഫ്രെയിം ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് കീ ഫ്രെയിമിൽ 5 പൊസിഷൻ കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് ലാസ്റ്റ് കീ ഫ്രെയിം കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ കീ ഫ്രെയിം വൺസ് ലോക്ക് ചെയ്ത കീ ഫ്രെയിമിൽ വൺ ടൈം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനും കിട്ടും. അതേപോലെ തന്നെ ലോങ് ആയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കീ ഫ്രെയിം കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടും. നിങ്ങൾക്ക് ഒരു കീ ഫ്രെയിമും കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ ഒന്നിലധികം കീ ഫ്രെയിമുകളും കോപ്പി ചെയ്യാം. സോ നിങ്ങളത് കോപ്പി ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. വൺസ് നിങ്ങൾ ആ ഒരു ബോൾ മേലെ നിന്ന് താഴത്തേക്ക് വീഴുന്നത് പോലെയും അതുപോലെ തന്നെ താഴെ നിന്ന് മേലോട്ട് പോകുന്നതും അനിമേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാണ്. ഈ മുഴുവൻ കീ ഫ്രെയിമുകളും കോപ്പി ചെയ്ത് വീണ്ടും വീണ്ടും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോൾ 2-3 തവണ ജമ്പ് ചെയ്യുന്ന പോലെ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അതായത് വീഡിയോയിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യരുത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണോ അതുപോലെ ചെയ്യുക. സപ്പോസ് ഇപ്പോൾ ഈ ബോൾ ഇങ്ങനെ ഫോളിങ്ങിൻ്റെ പകരം വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. സോ ഇപ്പോൾ എൻ്റെ ബോൾ താഴത്തേക്ക് വരുന്ന അനിമേഷൻ വളരെ പ്രോപ്പറായിട്ടുണ്ട്. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേലോട്ട് പോകുന്ന പോലെ അനിമേറ്റ് ചെയ്യണം. താഴത്തേക്ക് വരുന്ന അതേ കീ ഫ്രെയിമുകൾ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ മേലോട്ട് പോകുന്ന അനിമേഷൻ നമുക്ക് കിട്ടും. സോ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കീ ഫ്രെയിമുകളുടെയും തമ്മിലുള്ള ഗ്യാപ്പ് സെയിം തന്നെയായിരിക്കണം. അതായത് ആ ബോൾ താഴെ മുട്ടുന്ന കീ ഫ്രെയിമിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള കീ ഫ്രെയിമുകളുടെ ഗ്യാപ്പും ബോൾ താഴെ മുട്ടിയതിന് ശേഷം റൈറ്റിലോട്ടുള്ള കീ ഫ്രെയിമുകളുടെ ഗ്യാപ്പും തമ്മിൽ സെയിം ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ അതായത് ഏറ്റവും ആ കാണുന്ന ഓറഞ്ച് കളർ കീ ഫ്രെയിമിൽ നിന്ന് 2ാമത്തെ കീ ഫ്രെയിമിലോട്ട് 3 കീ ഫ്രെയിമുകളുടെ ഗ്യാപ്പ് ഉണ്ട്. സോ ഓപ്പോസിറ്റായിട്ട് വരുന്ന സമയത്ത് അതായത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കീ ഫ്രെയിം, അതായത് സെക്കൻഡ് കീ ഫ്രെയിമും ഫസ്റ്റ് കീ ഫ്രെയിമും തമ്മിൽ അതേ ഗ്യാപ്പ് തന്നെ വരണം. അത് റൈറ്റ് സൈഡ് ചെയ്യുമ്പോഴും നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോഴും. പിന്നെ അതിനുശേഷം എല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ മൊത്തം കീ ഫ്രെയിമും കോപ്പി ചെയ്യുക. അതിനുശേഷം അങ്ങ് പേസ്റ്റ് ചെയ്യുക. സോ ബോൾ 2-3 തവണ ജമ്പ് ചെയ്യുന്നത് പോലുള്ള അനിമേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എത്ര തവണ കോപ്പി ചെയ്യുന്നോ അത്ര തവണ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നോ അത്ര തവണ നിങ്ങൾക്ക് ആ ബോൾ ജമ്പ് ചെയ്യുന്ന അനിമേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഇപ്പോൾ ഞാൻ ഇവിടെ 5 സെക്കൻഡിൻ്റെ ഒരു ജമ്പിങ് അനിമേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ റെൻഡർ ചെയ്തെടുക്കണം. ഓരോ ഫ്രെയിമും നമ്മൾ റെൻഡർ ചെയ്തെടുക്കണം. ഗൈസ്, ഇവിടെയാണ് റക്കൂൺ 4D മറ്റുള്ള ആപ്പുകളെ വെച്ച്, അതായത് പ്രിസ്മ 3D ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ സ്മൂത്തായിട്ടും അടിപൊളിയായിട്ടും വർക്ക് ചെയ്യുന്നത്. കാരണം റക്കൂൺ 4Dയുടെ റെൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ നിങ്ങൾ ബ്ലെൻഡറിൽ ലോ ക്വാളിറ്റി ഒരു ലാപ്പ് ഉണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ബ്ലെൻഡറിൽ സൈക്കിൾ റെൻഡർ ചെയ്യത്തില്ലേ, ഏറെക്കുറെ ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ലൈറ്റ്സിൻ്റെ പോയിൻറ്റുകളും മെഷിൽ പോയി ഹിറ്റ് ചെയ്ത് തിരിച്ച് ക്യാമറയിലോട്ട് വരും. അത് ക്യാപ്ചർ ചെയ്തിട്ടാണ് നമുക്ക് ഓരോ റെൻഡറിങ് തരിക. അത് മാത്രമല്ല ഓരോ ഫ്രെയിംസ് റെൻഡർ ചെയ്ത് ഇത് വീഡിയോ ആക്കിയിട്ട്, അതായത് സെക്കൻഡുകൾക്ക് ഉള്ളിൽ ഇത് ആഡ് ചെയ്യും. അത് ഒരു സെക്കൻഡിനകത്ത് 30 ഫ്രെയിം എന്നുള്ള കണക്ക് വെച്ച് ആഡ് ചെയ്ത് അതിനെ തന്നെ ഒരു വീഡിയോ ആക്കി നമുക്ക് തരും. സോ ഇങ്ങനെയാണ് ഇതിൽ റെൻഡറിങ് വർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ റെൻഡർ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസിൽ വീണ്ടും കുറേ ചേഞ്ച് വരുത്തി. അതുകൊണ്ട് തന്നെ എൻ്റെ റെൻഡറിങ് വളരെ മോശമായിപ്പോയി. നിങ്ങൾ നേരത്തെ ഞാൻ ചെയ്ത മെറ്റീരിയൽസ് തന്നെ വെച്ച് റെൻഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് കിട്ടും. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് വാള് മിററാക്കാൻ നോക്കിയാണ്. ബട്ട് എൻ്റെ കയ്യിൽ റെൻഡർ ചെയ്യുന്ന സമയത്തൊന്നുമല്ല, ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ റെൻഡറിങ് ഓപ്ഷനിലും 2-3 പ്രാവശ്യം എറർ വന്നിരുന്നു. ഈ റക്കൂൺ 4D എന്ന് പറയുന്നത് ബീറ്റ വെർഷനാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഒരുപാട് അത്യാവശ്യം വലിയ വലിയ വീഡിയോസും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് റെൻഡറിങ് ആണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെൻഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ എൻ്റെ ആദ്യം റെൻഡർ എന്ന ഓപ്ഷൻ വന്നത് ഇതേ കണ്ടില്ലേ, വളരെ പെർഫെക്റ്റ് ആയിട്ട് മിറർ പോലെയാണ്.
സോ ഗൈസ് അതിനുശേഷം ഞാൻ മെറ്റീരിയൽസ് വീണ്ടും എഡിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ബഗ് പറ്റി. അതുകൊണ്ടാണ് എൻ്റെ റെൻഡർ, അതായത് ഔട്ട്പുട്ട് വീഡിയോ വളരെ ബോറായത്. സോ നിങ്ങളത് ചെയ്യാതിരിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആ റെൻഡർ മെറ്റീരിയൽസ് വെച്ച് തന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എത്ര റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണം, അതേപോലെ തന്നെ ഷാഡോ ക്വാളിറ്റി എത്ര വേണം എന്നുള്ള കാര്യമൊക്കെ, അതായത് ഷാഡോ റെസൊല്യൂഷൻ എത്ര വേണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സേവ് ഇമേജ് പിന്നെ വീഡിയോ അതിൻ്റെ താഴെയുള്ളതാണ് ഫ്രെയിംസ്. നിങ്ങൾ ആ ഫ്രെയിംസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഇപ്പോൾ ഈ ഒരു വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഏറെക്കുറെ 165 ഫ്രെയിംസോളം ആവശ്യം വന്നിട്ടുണ്ട്. അതായത് 5.33 സെക്കൻഡ്സാണ് ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈം, അതായത് റെൻഡറിങ് ടൈം. അപ്പോൾ അതിൽ 5.33 × 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓരോ സെക്കൻഡ്സിലും 30 ഫ്രെയിംസ് ഉണ്ട്. സോ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് 165 എന്ന് ഉള്ള ഫ്രെയിം കിട്ടും. സോ നിങ്ങൾ 0 to 165 വരെ റെൻഡർ ചെയ്യണം എന്ന് ആ റെൻഡറിങ് എഞ്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ 165 എന്ന് അവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ രണ്ട് റെൻഡറിങ് എഞ്ചിൻസ് ഉണ്ട്, ഗ്രേഡിയൻറ്റും അതുപോലെ തന്നെ വിഷ്വനും. സോ നിങ്ങൾ ഗ്രേഡിയൻറ്റിൽ തന്നെ ഉറപ്പ് വരുത്തുക. അത് നിങ്ങൾക്ക് ആ റെൻഡറിങ്ങിൻ്റെ ഓപ്ഷനിൽ തന്നെ അവിടെ എഞ്ചിൻ എന്ന് കാണാം. അതിൽ നിങ്ങൾ ഗ്രേഡിയൻ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റെൻഡർ ചെയ്യുക. ഇല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് അല്ല വിഷ്വനിൽ കിടക്കുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻറ്റിലോട്ടാക്കുക. വിഷ്വൻ എന്ന് പറയുന്നത് ഒരു ലോ ക്വാളിറ്റി റെൻഡറിങ് എഞ്ചിനാണ്. സോ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു 3GB 2GB റേഞ്ചിലുള്ള ഫോൺസിലൊക്കെ ആണെങ്കിൽ വിഷ്വൻ വെച്ച് ചെയ്യാം. ബട്ട് അതിൽ നിങ്ങൾക്ക് ഈ റിഫ്ലക്ഷൻസും ഷാഡോ ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല. ബട്ട് കുഴപ്പമില്ലാത്തൊരു റെൻഡറിങ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെ ഇത് യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഉള്ള റെൻഡറിങ് എഞ്ചിനാണ്. ഗ്രേഡിയൻറ്റിലിട്ട് തന്നെ റെൻഡർ ചെയ്യുക. എൻ്റെ കയ്യിലുള്ള ഡിവൈസ് എന്ന് പറയുന്നത് വിവോ T4X ആണ്, വിവോ T4X 5G. അതിൽ സ്പെക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6GB റാം ആൻഡ് ഓൾസോ ഡിമെൻസിറ്റി 7300 പ്രോസസ്സർ. നിങ്ങളുടെ കയ്യിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹൈ ക്വാളിറ്റി റെൻഡർ ചെയ്യാം. 1080p ആൻഡ് ഓൾസോ ഷാഡോ റെസൊല്യൂഷൻ ഹൈലിട്ട് തന്നെ റെൻഡർ ചെയ്യാം. അതും 8 സെക്കൻഡിന് മേലുള്ള വീഡിയോസും റെൻഡർ ചെയ്യാൻ പറ്റും. 8-10 സെക്കൻഡ്സിൻ്റെ മേലുള്ള വീഡിയോസ്. ഞാൻ ഡിമെൻസിറ്റി 7300 വെച്ചിട്ട് ഏറെക്കുറെ 1080p അതേപോലെ തന്നെ ഷാഡോ ക്വാളിറ്റി ഹൈ ഉള്ള 5 സെക്കൻഡ് വരെയുള്ള വീഡിയോസൊക്കെ റെൻഡർ ചെയ്യാറുണ്ട്. ഇനി റെൻഡറിങ്, ആ സേവ് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് കാണുന്ന ഓപ്ഷനാണ് റെൻഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങൾ ആ സേവ് ഇമേജിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് മാത്രം കിട്ടും. ആ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കാണുന്ന ഫ്രെയിം അതായത് റെൻഡറിങ് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഫയൽ തന്നെ പോയി സേവ് ആവും. സോ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് ആക്സസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഓൾസോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.